ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് അനേകം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പ്രതി ദുഃഖം അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് പരീക്ഷയെടുത്ത ഈ സമയങ്ങളിൽ മക്കളുടെ പഠനത്തെ പ്രതി, മക്കളുടെ ഉഴപ്പിനെ പ്രതി, അലസതയെ പ്രതി, മക്കളുടെ ഉത്തരവാദിത്വമില്ലായ്മയെ പ്രതി, മക്കളുടെ കോപം, അനുസരണക്കേടിനെ പ്രതി, മൊബൈൽ ഗെയിംസ്, മറ്റ് അഡിക്ഷൻസിനെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കളാണ് അനേകം പേരും. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മക്കളെ ദൈവം തൊടുന്ന നിമിഷമാണ്. കർത്താവായ ദൈവത്തിന് അത്ഭുതം നടത്താൻ ഒരു നിമിഷം മതി. അതിനാൽ മാതാപിതാക്കളായ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു കുട്ടിയെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയായി രക്ഷാകർതൃത്വത്തെ നാം കാണാറുണ്ട്. എന്നാൽ കൂടുതൽ യാഥാർത്ഥ്യവും ആത്മീയവുമായ അർത്ഥത്തിൽ നമ്മുടെ മക്കളെ നിരന്തരം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് രക്ഷാകർതൃത്വം. രക്ഷാകർതൃത്വം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായി മാറുമ്പോൾ നമ്മുടെ മക്കൾക്കായി നാം നിരന്തരം പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ, ഘട്ടങ്ങളിലൂടെ അവർ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ ചേർത്തു പിടിച്ച് ജീവിതകാലം മുഴുവൻ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിന് നമ്മുടെ മക്കളെ സഹായിക്കും. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടാതെ തന്നെ അവരുടെ നന്മയ്ക്കായി അവരെ സഹായിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥനകളിൽ കൂടി എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കും എന്നത് യേശു ക്രിസ്തുവിൽ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനാൽ തന്നെ വിശ്വാസത്തോടെ ഓരോ ദിവസവും നമ്മുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പരീക്ഷാ സമയത്തുള്ള അവരുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും, മറ്റ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, മറ്റു പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ കൂടി നാം അവരെ സഹായിക്കണം. എന്നാൽ മാതാപിതാക്കൾ സ്വന്തം മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് അവരുടെ ജീവിത അവസാനം വരെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് അനുഗ്രഹം നൽകും. അങ്ങനെ നമ്മുടെ മക്കൾ നന്മയുടെ ജീവിതം, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആനന്ദം, സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നിറയും. അതിനാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പരീക്ഷാ സമയത്തുള്ള നമ്മുടെ മക്കളുടെ എല്ലാ സമ്മർദ്ദങ്ങളും, ഭയവും വേദനയും മാറ്റി, അസ്വസ്ഥതകളും മാറ്റി, അലസത മാറ്റി, മൊബൈൽ ഗെയിംസിലും കമ്പ്യൂട്ടർ ഗെയിംസിലുമുള്ള എല്ലാ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരുവാനും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരുവാനും ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കൾക്കു വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകമായി മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്കു വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മറ്റു മക്കൾക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ മക്കൾക്കായി ദൈവം നൽകും. ഈ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇപ്പോൾ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്കു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
സർവജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരീക്ഷ എഴുതുവാനായി ഒരുങ്ങുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും അങ്ങയുടെ കരുണയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിൻ കീഴിൽ അവരെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സ്പർശിച്ച് സഹായിക്കണമേ. അവർക്ക് ആവശ്യമുള്ള ജ്ഞാനവും അറിവും വിവേകവും നൽകി, ശരിയായ ബോധ്യങ്ങൾ നൽകി, പരീക്ഷയിലുള്ള ഭയവും ആകുലതകളും മാറ്റി എങ്ങനെ പരീക്ഷ എഴുതും എന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്ന് അവർക്ക് കരകയറുവാനും പരീക്ഷ എഴുതുവാനുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകി തെറ്റുകൂടാതെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരമെഴുതുവാനുള്ള കൃപ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ, അങ്ങ് ശ്ലീഹന്മാരുടെ മനസ്സ് തുറന്നതുപോലെ ഇന്ന് പരീക്ഷയ്ക്കു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക്, എല്ലാ വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലച്ചോറിനെ വിശുദ്ധീകരിച്ച് അവരുടെ ബോധ്യങ്ങളെ വിശാലമാക്കി എന്ന വിഷയങ്ങളെക്കുറിച്ച് പരിപൂർണമായ ഗ്രാഹ്യമുണ്ടാകുവാൻ അവരുടെ അറിവിനെയും ജ്ഞാനത്തെയും പ്രകാശിപ്പിക്കണമേ. അവരുടെ തലച്ചോറിനെ ഈശോയുടെ രക്തത്താൽ വിശുദ്ധീകരിക്കണമേ. അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് പഠിക്കുവാനുള്ള കൂടുതൽ ആഗ്രഹവും ഉത്സാഹവും നൽകി പഠിക്കുന്ന എല്ലാം ശേഖരിച്ചു വെക്കുവാൻ, എല്ലാ അറിവും ശേഖരിച്ചു വെച്ച് അവരുടെ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാനും അവരുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാകുന്നതിനും വേണ്ടി കർത്താവെ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, SSLC, +2, ഡിഗ്രി, PG പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. IELTS, OET പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശ ജോലിക്ക് വേണ്ടി പോകുവാൻ തയ്യാറെടുക്കുന്ന മക്കൾക്ക് അവർക്കുള്ള എല്ലാ പരീക്ഷ എഴുതുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കൾ എഴുതുന്ന എല്ലാ പരീക്ഷയിലും അവർക്ക് പൂർണ്ണ വിജയം നൽകി, 100% വിജയം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കൂടെ ഇരുന്ന് അവരുടെ പരീക്ഷയിൽ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനദീപമായ കർത്താവായ ഈശോയെ, പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ യഥാചിതം മനസ്സിലാക്കുന്നതിനും അവർ പഠിച്ച പാഠങ്ങൾ, വിഷയങ്ങൾ കൃത്യമായി ഓർക്കുന്നതിനും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയത്തിന് മുന്നേ കൂട്ടി കൃത്യമായി എഴുതി തീർക്കുവാനും എഴുതിയത് വീണ്ടും വായിച്ചു നോക്കുന്നതിനും ഉള്ള വലിയ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നരുളി ചെയ്ത ഈശോനാഥ, പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഭയം നീക്കി, ദുഃഖം, ആകുലതകൾ, അസ്വസ്ഥതകൾ നീക്കി, അവരുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും, എല്ലാ ലോകത്തിൻ്റെ ദുഷ്ടശക്തികളിൽ നിന്നും അവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നൽകി പരീക്ഷാ ഹാളിൽ ആത്മസംയമനത്തോടെയും ആത്മധൈര്യത്തോടെയും പ്രവേശിച്ച് ശാന്തമായി സമാധാനത്തോടെ പരീക്ഷ എഴുതുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, എല്ലാ ലോകത്തിൻ്റെ തിന്മയിൽ നിന്നും, എല്ലാ പ്രലോഭനത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ദുഷ്ടാരൂപികളിൽ നിന്നും, ദുഷ്ടശക്തികളുടെ സകല ആധിപത്യത്തിൽ നിന്നും, സ്വാധീനങ്ങളിൽ നിന്നും, ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സംരക്ഷിച്ച് അവരുടെ തലച്ചോറിനെ വിശുദ്ധീകരിക്കണമേ. സകല തിന്മയുടെയും ദുഷ്ടശക്തികളുടെയും സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പൂർണ്ണമായി സംരക്ഷിക്കണമേ. പഠനത്തിൽ കൂടുതൽ ഉത്സാഹപൂർണമായി പഠിക്കുന്നതിനും തീക്ഷ്ണതയോടെ അറിവ് നേടുന്നതിനും അവർ നേടുന്ന അറിവ് ഒരിക്കലും മറക്കാതെ യഥോചിതം അവർക്കാവശ്യമായ സമയത്ത് അവർ പഠിച്ച അറിവുകൾ അവർക്ക് പ്രയോജനപ്പെടുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ.
പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്ന് അരുളിച്ചെയ്ത ഈശോനാഥ, അങ്ങയുടെ ഈ പുത്ര സ്വാതന്ത്ര്യം ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഇന്ന് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷയായിട്ടും പഠനത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ കളിയിലും മറ്റ് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായി കമ്പ്യൂട്ടർ ഗെയിമിലും മൊബൈൽ ഗെയിംസിലും അഡിക്റ്റായി ദുഷ്ടക്കൂട്ടുകെട്ടുകളുടെ ആധിപത്യത്തിൽ പഠനത്തിൽ തന്നെ യാതൊരു ശ്രദ്ധയുമില്ലാതെ പഠിക്കാൻ താല്പര്യമില്ലാത്ത മക്കളിലേക്ക് ഇപ്പോൾ തന്നെ ദൈവകൃപ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പഠനത്തിൽ താല്പര്യമില്ലാത്ത അലസരായ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ ദൈവികമായ ശക്തി കടന്നു വന്ന് അവരുടെ ഭാവിയെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തത്തക്ക വിധം, അവരുടെ ഉത്തരവാദിത്തങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തത്തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ ആവസിച്ച് പഠനത്തോട് താല്പര്യം കാണിക്കുന്നതിനും എല്ലാ വിഷയങ്ങളും പരീക്ഷയ്ക്ക് മുൻപ് തന്നെ പഠിച്ചു തീർക്കുന്നതിനും അത് റിവൈസ് ചെയ്ത് കൂടുതൽ താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ, തീക്ഷ്ണതയോടെ പഠിക്കാൻ അവർക്ക് ശക്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം മക്കളുടെ പഠനത്തെക്കുറിച്ച്, അലസതയെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളിലേക്ക് ദൈവകൃപ ഒഴുക്കി പഠിക്കുന്ന മക്കളുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ വന്നു ഭവിക്കുവാൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ മാതാപിതാക്കളെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഏതെങ്കിലും അധ്യാപകരിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ശാപവാക്കുകൾ, അധ്യാപകരുടെ ശാപവാക്കുകൾ ഞങ്ങളുടെ മക്കളുടെ മേൽ ഭവിച്ചിട്ടുണ്ട് എങ്കിൽ, കർത്താവായ ദൈവമേ, ഈ സമയം എല്ലാ ശാപവാക്കുകളും ഈശോയുടെ നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. അധ്യാപകരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ കാരണം ഏതെങ്കിലും അധ്യാപകർക്ക് ഹൃദയം വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവമേ, ഈ സമയം എല്ലാ അധ്യാപകർക്കു വേണ്ടിയും ഞങ്ങളുടെ മക്കളെ പ്രതി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അധ്യാപകരിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും തിന്മയുടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിൽ, അവരുടെ പഠനത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും വേദനാജനകമായ കാര്യങ്ങൾ അധ്യാപകരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ അധ്യാപകരുടെ പെരുമാറ്റം, കോപം, ദേഷ്യം ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ശാപവാക്കുകൾ ഞങ്ങളുടെ മക്കളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, ഈ സമയം ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കരുണ തോന്നി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അധ്യാപകരോട് കരുണ തോന്നി അവരോട് ക്ഷമിച്ച് എല്ലാ കുട്ടികളോടും എല്ലാ വിദ്യാർത്ഥിനികളോടും സ്നേഹമായി ബഹുമാനത്തോടെ പെരുമാറുവാനും അവർക്കാവശ്യമായ ശിക്ഷണം സ്നേഹത്തിൽ കൂടി നൽകി അവരെ മാതാപിതാക്കൾക്കൊപ്പം നിന്ന് സ്വന്തം മക്കളെ പോലെ കരുതി സ്നേഹിക്കുവാനും പഠിപ്പിക്കുവാനും എല്ലാ അധ്യാപകരെയും ഈ സമയം നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കു വേണ്ടിയും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏതെങ്കിലും വ്യക്തികളുടെ, അധികാരികളുടെ ശാപവാക്കുകൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ എതിരെ നിൽക്കുന്നെങ്കിൽ, അവരുടെ വിജയത്തിന്, മഹത്വത്തിന് എതിരെ നിൽക്കുന്നു എങ്കിൽ, ഞങ്ങളുടെ വിജയത്തിനും ഐശ്വര്യത്തിനും എതിരെ നിൽക്കുന്നുവെങ്കിൽ, ഈ നിമിഷം ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അവരുടെ അധ്യാപകരെയും കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക്, ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ ദൈവമേ, ഈ നിമിഷം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ഞങ്ങളുടെ മക്കൾ എഴുതുവാൻ പോകുന്ന പരീക്ഷകളെ നീ വിശുദ്ധീകരിക്കണമേ. എല്ലാ ചോദ്യപേപ്പറിനെ നീ അനുഗ്രഹിച്ച്
ഉപയോഗിച്ച് ഞങ്ങളുടെ മക്കൾ ചോദ്യപേപ്പർ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഭയം മാറ്റി ഉത്സാഹത്തോടെ ആത്മധൈര്യത്തോടെ ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി എഴുതുവാൻ, ഉത്തരം എഴുതുവാൻ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബത്തിലെയും മക്കളെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അനേകം മക്കൾക്ക് പ്രാർത്ഥന കിട്ടാതെ ഇരിക്കുമ്പോൾ, അനേകം മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾക്കു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രരായി ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇത് എത്രയും അധികം മക്കളിലേക്ക്, വ്യക്തികളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കാമോ അത്രയധികം മക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ഓരോ വ്യക്തിയെയും നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ധാരാളം പഠിക്കുന്ന മക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, പരീക്ഷ എഴുതുന്നത് എങ്ങനെയെന്നറിയാതെ, പഠിക്കുന്നത് എങ്ങനെയെന്നറിയാതെ മറ്റ് ചീത്ത കൂട്ടുകെട്ടുകളിൽ കഴിഞ്ഞു പോകുന്ന, തിന്മയുടെ സ്വാധീനങ്ങളിൽ കഴിയുന്ന, മൊബൈൽ ഗെയിംസിനും കമ്പ്യൂട്ടർ ഗെയിംസിലും അഡിക്റ്റായി കഴിയുന്ന, പഠനത്തോട് ഉത്സാഹമില്ലാത്ത എല്ലാ മക്കളിലേക്കും ദൈവമേ ഈ പ്രാർത്ഥന നീ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും, കുടുംബങ്ങൾക്കും, മക്കൾക്കും ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും, അവരുടെ മക്കൾക്കും, അവർ ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും ലഭിക്കട്ടെ. ആത്മീയവും ശാരീരികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളോടൊപ്പം എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും, എല്ലാവിധ പ്രലോഭനങ്ങളുടെ ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കർത്താവെ പൂർണ്ണമായും സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്കളെ, കുടുംബാംഗങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയുടെ ബലത്തിൽ, ശക്തിയിൽ നീ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവർ കൂടുതൽ താല്പര്യത്തോടെ പഠിക്കുന്നതിനും ഉത്സാഹത്തോടെ പഠിക്കുന്നത് എന്തിന് ആണ് എന്ന ബോധ്യത്തോടെ, എൻ്റെ ജീവിതത്തിൽ ഈ പഠനമെല്ലാം ഒരു ദിവസം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന ബോധ്യത്തോടെ പഠിക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ഈ പ്രാർത്ഥനയിലൂടെ നീ ലോകം മുഴുവനുള്ള പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ വെറുപ്പും വിദ്വേഷവും പൂർണ്ണമായി എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഈ മക്കൾ നിറയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പഠിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ ഏതെങ്കിലും കാരണത്താൽ ആരോടെങ്കിലും ഹൃദയത്തിൽ വെറുപ്പോ വൈരാഗ്യമോ വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മക്കളെ പ്രതി ഈ നിമിഷം യേശു നാമത്തിൽ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക, സ്നേഹിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാറ്റി പരസ്പരം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് നിങ്ങളുടെ മക്കൾക്കാണ്. അതിനാൽ തന്നെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപവും വിദ്വേഷവും ശത്രുതയും വൈരാഗ്യവും മാറ്റി ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് നിങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഹൃദയത്തിൽ എല്ലാവരോടും സ്നേഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. അതിനാൽ തന്നെ മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, അനുതാപത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ നൊയമ്പുകാലത്തിൽ, ഈ പരീക്ഷ എടുത്തിരിക്കുന്ന വേളകളിൽ ഏറ്റവും ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ മക്കൾക്കും വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും മക്കളുടെ ഭാവി പൂർണ്ണമായും സുരക്ഷിതമാകുന്നതിനു വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ സമർപ്പിച്ച്
വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന ഉറപ്പോടെ ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള എല്ലാ വേദനകളും കർത്താവ് ഈ സമയം എടുത്തു മാറ്റുന്നു. മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നു. പഠിക്കാനുള്ള മക്കളുടെ അലസതകൾ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുന്നു. കർത്താവ് നിങ്ങളുടെ മക്കൾക്ക് കൂടുതൽ ശുഷ്കാന്തിയും തീക്ഷ്ണതയും നൽകി അനുഗ്രഹിക്കുന്നു. പഠിക്കുവാൻ കൂടുതൽ ശ്രദ്ധ നൽകി അവരുടെ ഓർമ്മശക്തിയെ ദൈവം വർദ്ധിപ്പിക്കുന്നു. അവരുടെ പഠനത്തിനുള്ള ശക്തിയെയും കഴിവിനെയും കർത്താവ് ഈ സമയം വർദ്ധിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളുടെ മക്കളെ ഇപ്പോൾ സ്പർശിക്കുന്നു. അവരുടെ തലച്ചോറിനെ സ്പർശിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. പഠിക്കുവാനുള്ള ആഗ്രഹം നൽകി, ഉത്തരവാദിത്ത ബോധം നൽകി നമ്മുടെ മക്കളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടെ ദൈവമേ, നിനക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നന്ദി പറയുന്നു. നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന നീ കേൾക്കുന്നതിനും ഈ പ്രാർത്ഥനയെ നീ മാനിച്ച് ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനും അവരുടെ പരീക്ഷയെ നീ അനുഗ്രഹിക്കുന്നതിനും അവരുടെ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ പരിപൂർണമായി മോചിപ്പിക്കുന്നതിനും അവരുടെ ഭാവി ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും കർത്താവെ, അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, പഠിക്കുന്ന മക്കൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൃപയും നൽകി മാതാപിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി, അങ്ങനെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് പരീക്ഷ എഴുതുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകി ദൈവം നിങ്ങളുടെ മക്കളുടെ കൂടെ ഇരുന്ന് എല്ലാവിധ വിജയവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.